അത് ഉൾക്കൊള്ളാൻ ശ്രീ CR നീലകണ്ഠൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കഴിവില്ല, അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ചല്ല ഇത് പറഞ്ഞത് എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ്? ഇത് കുറച്ചുകൂടി ഇപ്പോൾ EP ജയരാജൻ പറഞ്ഞത് കുറച്ചുകൂടി മൃദുവായ സമീപനം എടുത്തുകൊണ്ടാണെങ്കിൽ, ഇപ്പോൾ MD പറഞ്ഞതിനെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, ആവശ്യമായ തിരുത്തൽ ഞങ്ങൾ വരുത്താം, അദ്ദേഹം മഹാനായ ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞങ്ങൾ മാനിക്കുന്നു എന്ന് പറയാൻ എന്തുകൊണ്ട് മനസ്സ് വരുന്നില്ല CPM നേതാക്കൾക്ക്? ഈ പഴയ ലേഖനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയുന്നത് എന്തിനാണ്? ശ്രീ CR നീലകണ്ഠൻ സൗണ്ട് കേൾക്കുന്നില്ല, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ഇപ്പൊ കേൾക്കാനുണ്ടോ? കേൾക്കാം. അതായത് ഈ ലേഖനം ആരെ കുറിച്ചാണ് അല്ലെങ്കിൽ ആരെ ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്നതിനേക്കാൾ എല്ലാ ഭരണാധികാരികൾക്കും ബാധകമാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, അതുകൊണ്ട് എല്ലാവർക്കും ബാധകമാണ്. ഇത് ഈ ആൾക്കൂട്ടത്തിനെ കുറിച്ച് പറയണതാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോ ജനങ്ങൾക്ക് ചില സൗജന്യങ്ങൾ എറിഞ്ഞുകൊടുത്ത്, അതാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ പറഞ്ഞത്, സൗജന്യങ്ങൾ എറിഞ്ഞുകൊടുത്ത് അങ്ങനെ ജനങ്ങളെ കൂടെ നിർത്തുന്നതിനെ കുറിച്ചാണെങ്കിലും, മറ്റ് ഏത് തരത്തിലുള്ളതാണെങ്കിലും, ഇപ്പൊ ഉദാഹരണം നോക്കും, അദ്ദേഹം പറഞ്ഞ മാതൃക EMS ആണ്. EMS എന്തായാലും മോഡിക്കോ വാജ്പേയിക്കോ AK ആന്റണിക്കോ മാതൃകയല്ല. ആർക്കാണ് EMS മാതൃകയാവുന്നത്? 1957 സർക്കാരിന്റെ തുടർച്ചയാണ് എന്ന് അവകാശപ്പെടുന്ന ഇപ്പോഴത്തെ അല്ലെങ്കിൽ മുമ്പിലത്തെയും പിണറായി വിജയൻ ഗവൺമെന്റാണ്. വേറെ ആർക്കും EMS മാതൃകയല്ല ഇന്ത്യയിൽ. EMSനെ മാതൃകയാക്കി അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ. രണ്ടാമത്തെ കാര്യം, തെറ്റ് തിരുത്തുക എന്നത്, തനിക്ക് തെറ്റുപറ്റി എന്നും താൻ ചെറിയൊരു തുടക്കമാണ് ചെയ്യുന്നത് എന്നും ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട് എന്നും പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. സാഹിത്യത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു കാര്യമുണ്ട്. EMSന്റെ പെരുമ്പാവൂർ സമ്മേളനത്തിൽ വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ പ്രസ്താവന, ഉഗാസയുടെ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞങ്ങൾ സാഹിത്യത്തെ വലിയ തെറ്റുപറ്റിയിട്ടുണ്ട്. ഒരു തെറ്റ് ഞാൻ പ്രതിപിടിയിരിക്കുകയല്ലേ, പിണറായി വിജയന് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി എന്ന് പറയാൻ പ്രതിക്ക് ഇവിടെ നിന്ന് കഴിയും? 8 വർഷം ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പ്രതി പറയുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഒരു സന്ദർഭം കൂടി പറയാൻ എന്നെ അനുവദിക്കും. അത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 1977 അന്ന് സാഹിത്യ അക്കാദമിയിൽ വെച്ചൊരു വലിയ യോഗം നടക്കുകയാണ്. രാജ്യം കേസൊക്കെ പുറത്തു വന്നൊരു സമയമാണ്. അന്ന് സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി അച്യുതമേനോൻ സദസ്സിലുണ്ട്. മഹാകവി വൈലോപ്പിള്ളി അന്ന് പുഗാസയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം ഒരു കവിത വായിച്ചു അവിടെ ഇരുന്ന്. ഞാൻ എന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ആ കവിത ഇതാണ്. ആ കവിത ഒരു പുരുഷ സന്ദർഭത്തെ പറ്റിയുള്ളതാണ്. പക്ഷെ അതിന്റെ പേര് മിണ്ടുക മഹാമുനെ എന്നാണ്. മിണ്ടുക മഹാമുനെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ പതിഞ്ഞ സ്വരത്തിലാണല്ലോ വൈലോപ്പിള്ളി പറയുക. ഉടനെ തന്നെ നോക്കുന്നത് സ്റ്റേജിലിരിക്കുന്ന അച്യുതമേനോന്റെ മുഖത്തേക്കാണ്. വേറെ ഒന്നും അദ്ദേഹം പറയുന്നില്ല. എന്താണ്? അച്യുതമേനോൻ എന്താ പറയുക, നിശബ്ദ സാക്ഷിയായിരിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരുടെയും സുഹൃത്തായ ഈച്ചര വാര്യരുടെ മകൻ എവിടെ പോയി എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ ഈച്ചര വാര്യരോട് ചൂടായ അച്യുതമേനോനോടാണ് മിണ്ടുക മഹാമുനെ എന്ന് പറയുന്നത്. അന്ന് അച്യുതമേനോൻ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, അത് എന്നോട് തന്നെയാണ്, എനിക്കറിയാം, അത് എനിക്ക് പറ്റിയ ഒരു തെറ്റാണ്. എന്റെ ചോദ്യം അതാണ്. അങ്ങനെ ഒരു തെറ്റ് EMSന് തെറ്റ് പറ്റിയിട്ടുണ്ടാവാം, പക്ഷെ പിണറായി വിജയന് തെറ്റ് പറ്റുന്ന പ്രശ്നമേ ഇല്ല എന്ന അർത്ഥത്തിലാണ് അതിന്റെ ഭക്തന്മാരുടെ ഇപ്പോഴത്തെ നിലപാട്. അങ്ങനെയല്ല. അവിടെയാണ് ഒരു തെറ്റും വന്നിട്ടില്ല എന്ന് പറഞ്ഞ സോവിയറ്റ് യൂണിയൻ മുതൽ വേണമെങ്കിൽ നമുക്ക് കാണിക്കാവുന്ന നന്ദിഗ്രാം വരെ ഒരു തെറ്റും വന്നിട്ടില്ല. അന്ന് മഹേശ്വര ദേവിയോ അപർണ സെന്നോ, അതുപോലെ എന്തിന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നുകൊണ്ട് അവാർഡ് കൊടുത്ത അലക്സാണ്ടർ സോളാറസ് എന്ന് പറയുന്ന അർജന്റീനിയൻ സംവിധായകൻ, അന്ന് അദ്ദേഹം അവിടെ ഫിലിം ഫെസ്റ്റിവലിന് വന്നിട്ട് അവിടുത്തെ മിക്കവാറും താരങ്ങളൊക്കെ ഫിലിം ഫെസ്റ്റിവൽ, കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവൽ ഇത് ചെയ്തു. ഞാൻ അവിടെ ഉണ്ട്, ബോയ്ക്കോട്ട് ചെയ്തു. ആ സമയത്ത് ഇദ്ദേഹത്തിന് ആരും കാണാതെ കൊണ്ടുവന്നിട്ട് അനാമിക എന്ന് പറയുന്ന ഒരു ഡയറക്ടർ അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്തു. ആനന്ദ ബസാർ പത്രിക ഇന്റർവ്യൂ ഉള്ളായി പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം ഈ കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞ് നന്ദിഗ്രാം അടക്കം അറിഞ്ഞത് അപ്പോഴാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഒരു വിശാലമായ മനസ്സ് ഉണ്ടോ എന്നതാണ് ചോദ്യം. വിമർശനം ഞങ്ങളെ പറ്റിയാണെങ്കിൽ ആ വിമർശനം ഞങ്ങൾ പരിശോധിക്കും എന്നാണ് EMS ആണെങ്കിൽ ഇപ്പൊ പറയുക. അത് പറയാതിരിക്കുന്നത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് മോഡിയെ കുറിച്ചായിക്കോട്ടെ വേറെ ആരെ കുറിച്ചായിക്കോട്ടെ എനിക്കൊരു വിരോധമില്ല. പക്ഷേ അവിടെയാണ് അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി കൈ വിളിച്ച് മുദ്രാവാക്യം എഴുതി അതാണ് കവിത എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ. കാരണം MT കൃത്യമായ രാഷ്ട്രീയം സൂക്ഷിക്കുന്ന ആളാണ്. അദ്ദേഹം ഈ പരസ്യമായി ഏതെങ്കിലും പാർട്ടിയുടെ യോഗത്തിലൊന്നും പോയിട്ടില്ല.
പക്ഷെ അദ്ദേഹം അല്ല, അത് മാത്രമല്ല ശ്രീ CR നീലകണ്ഠൻ, മറ്റു പ്രസ്ഥാനങ്ങളെ അദ്ദേഹം തിരുത്താൻ ശ്രമിക്കുകയുമില്ലല്ലോ. ഈ ആശയം ഇത്രമാത്രം വ്യക്തമായ ആശയമുള്ള ഒരു പ്രസ്ഥാനത്തെ അല്ലേ അദ്ദേഹം തിരുത്താൻ ശ്രമിക്കുകയുള്ളൂ. ഇടതുപക്ഷ പ്രസ്ഥാനം തിരുത്തൽ നടത്തിയിട്ടുണ്ട് മുൻപ്, അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഉപദേശിക്കാമെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പോലും ഇല്ല, ഞങ്ങൾ ആത്മവിമർശനത്തിന് തയ്യാറല്ല എന്ന രീതിയിൽ തള്ളിക്കളയുകയാണ്. അല്ല, അവിടെ തന്നെയാ പ്രശ്നം. അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം സോവിയറ്റ് യൂണിയനാണ്. അദ്ദേഹം അമേരിക്കയെ കുറിച്ചല്ല പറഞ്ഞത്. സോവിയറ്റ് യൂണിയനിൽ എല്ലാ കാലം വൈലോപ്പിള്ളിയുടെ പക്ഷേ വലിയ കവിതയുണ്ട്, മാനവരെല്ലാവരും ഒന്നും എന്ന് 1957 മന്ത്രിസഭ വന്നപ്പോൾ പറഞ്ഞു. പക്ഷേ ഞങ്ങളല്ലത്, ഞങ്ങൾ എപ്പോഴും ഒരു സവർണ പ്രതിപക്ഷം. ഒരു പ്രതിപക്ഷം ആ ശബ്ദത്തെ ബഹുമാനിക്കാൻ, അംഗീകരിക്കാൻ MT പോലെ ഒരാൾ പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല, ഞങ്ങള് കാരണഭൂതനാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ്, കഴുകനാണ് എന്ന് പറയുന്ന ആ ഒരു ഭാവമുണ്ട് അവിടുത്തെ. അത് തന്നെയാണ് MT ചോദ്യം ചെയ്യുന്നത്. അല്ലാണ്ട് പിണറായി വിജയൻ ഇന്നലെ ചെയ്തത് തെറ്റോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്ത തെറ്റോ അല്ല. ഈ ഭാവമാണ് പ്രശ്നം. ഈ ഭാവമാണ് സോവിയറ്റ് യൂണിയനെ തകർത്തത്, ബംഗാളിൽ ഇടതുപക്ഷത്തെ തകർത്തത്. നേരെ മറിച്ച് ഇതൊന്ന് പരിശോധിക്കാൻ ഞങ്ങൾ പരിശോധിക്കും, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 30 വർഷമാണ് അന്നൊക്കെ പറഞ്ഞിരുന്ന എന്താ, വിമർശനം, സ്വയം വിമർശനം, ഞങ്ങൾക്ക് തെറ്റുപറ്റിയാൽ പരിഹരിക്കും, അത് സമ്മതിക്കും. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ പറ്റിയ പ്രശ്നം എന്താ വെച്ചാൽ സമ്മതിക്കുന്നതൊക്കെ ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ടാ. നന്ദിഗ്രാമിൽ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചത് എല്ലാം കഴിഞ്ഞു പോയിട്ടാ, അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചത് പിന്നെ എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞു വന്നത്, ഇനി ആകെയുള്ള അവസാനത്തെ തുരുത്താണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ. ആ തുരുത്തിൽ പോലും ഒരു തിരുത്തിന് തയ്യാറല്ല എങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് ഈ രാഷ്ട്രീയത്തിൽ പ്രതീക്ഷ ഉണ്ടാവുക? ശരി, ഇടപെടുകയാണ് ശ്രീ പാലോട് സന്തോഷ്.